Sky Gold, elegance of beauty. സംസ്ഥാന സർക്കാരിന്റെ UDF സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതി സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സംവിധാനം തുടങ്ങി. ഏതായാലും നല്ല പദ്ധതിയാണ്. പക്ഷേ പ്രൈവറ്റ് ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ പണ്ടേ തന്നെ നഷ്ടത്തിലോടുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൂടി വന്നു കഴിഞ്ഞപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ ഉടമസ്ഥർ പറയുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ വിറ്റ് ഒഴിവാക്കേണ്ടി വരുമെന്നാണ്. ഏതായാലും ബസ് ഉടമകൾ എന്ന് തന്നെ പറയാം. ഇത് ഇവിടുത്തെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ കൂടിയാണ്. ഈ ഇന്ദിരാഗാന്ധിയുടെ ഭാഗമായിട്ട് സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യമൊക്കെ പ്രഖ്യാപിച്ചു. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. ആദ്യം താങ്കളൊന്ന് പറയൂ, എന്താണ് നിങ്ങളുടെ ഇപ്പോൾ ബസ്സിൽ ഓട്ടോ ഒക്കെ ഉണ്ടോ, അതെ ഇനിയിപ്പോൾ ബസ് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ വളരെ മോശമാണ് നമ്മളെ അവസ്ഥ. തൊഴിലാളികൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ അധികകാലം നമുക്കിവിടെ മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഓരോരുത്തർ ആൾക്കാർ ഉൾനാട്ടിൽ നിന്ന് വന്നിട്ട് മെയിൻ റോട്ടിൽ വന്നിട്ട് ആ മെയിൻ റോട്ടിൽ നിന്ന് ഈ ഇന്ദിരാ പ്രിയദർശിനി ബസ് കാത്തു നിന്ന് പോരുന്ന ഒരവസ്ഥയാണ്. പിന്നെ വളരെ വളരെ നിർത്തേണ്ടി വരും. അപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് കൂടിയാണ് മുഹമ്മദ് അലി. താങ്കളൊരു ബസ് ഉടമയാണ്. ഈ ഇന്ദിരാഗാന്ധിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ KSRTC വന്നുകൂടി. ഇപ്പൊ നിങ്ങളുടെ എങ്ങനെയുണ്ട് വ്യവസായ, നിങ്ങളുടെ അവസ്ഥ എങ്ങനെയുണ്ട്? യാത്രക്കാർ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഇതില് സർക്കാർ പ്രഖ്യാപിച്ചതില് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എടുത്ത ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യമായി സർക്കാർ നടപ്പിൽ വരുത്തിയത് പിന്നെ ഇന്ദിരാഗാന്ധിൻ്റെ എന്ന് പറഞ്ഞ ഈ സൗജന്യ യാത്രയാണ്. ഞങ്ങളതിന് എതിർപ്പില്ല. പക്ഷേ എന്തുണ്ട്, ഒരു വശം ഒരു കൂട്ടരെ രക്ഷിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയപ്പോൾ ആയിരക്കണക്കിന് വരുന്ന പ്രൈവറ്റ് ബസ്സുകളും ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളും ലക്ഷോപിലക്ഷം തൊഴിലാളികളുടെയും ബസ്സുടമകളുടെയും കുടുംബങ്ങളും അനാഥരാകുവാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ സർക്കാർ ഇന്നലത്തെ ബജറ്റിൽ പകുതി ടാക്സിൻ്റെ കാര്യത്തിൽ പകുതി ഇളവ് വരുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ധാരണയിൽ അത് വലിയ ഒരു ഉപകാരമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു ദിവസത്തിന് 130 രൂപയാണ് അതിൽ കുറവ് വന്നിട്ടുള്ളത്. ഒരു ദിവസം 130 രൂപ കുറവ് വന്നപ്പോൾ ഒരു ദിവസം ഒരു ബസ് ഉടമക്ക് നഷ്ടപ്പെടുന്നത് 2000-3000 രൂപയാണ്. അതിൽ നിന്ന് 130 രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് മത്സ്യം വാങ്ങുകയാണെങ്കിലും 260 രൂപ കിട്ടാതെ 1 കിലോ മത്തി പോലും കിട്ടാൻ സാധ്യതയില്ല. ഈ സന്ദർഭത്തിൽ ഇത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഈ വരുന്ന ജൂലൈ 1 മുതൽ കേരളത്തിലെ മുഴുവൻ ബസ്സുകളും നിർത്താൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഇത്ര നിലപാടിൽ 2 ദിവസം കൊണ്ട് തന്നെ 3-4 ജീവനക്കാരുണ്ടായിരുന്ന ബസ്സുകളിൽ 2 ജീവനക്കാരായി ചുരുങ്ങിയിട്ടുണ്ട്. കഴിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് ജോലി പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്ത് വേണം എന്നുള്ളത് കാര്യത്തിൽ ഞങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്, ഒരു വലിയ രീതിയിൽ സ്വീകരണമാണ്. നിങ്ങളുടെ സ്വകാര്യ ബസ് വ്യവസായം പണ്ടേ നഷ്ടത്തിലായിരുന്നു. പല ബസ് ഉടമകൾ എന്ന് പറയുന്നത് ഈ സാധാരണ തൊഴിലാളിക്ക് കിട്ടുന്ന കാശ് പോലെ കിട്ടാത്ത ബസ് ഉടമകളെയൊക്കെ നമ്മളിവിടെ പല പ്രാവശ്യം വാർത്തകളിൽ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പല ബസ് ഉടമകളും പറയുന്നത് ഡീസൽ അടിക്കണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൈസ കൊടുത്ത് ഡീസൽ അടിക്കേണ്ട അവസ്ഥയാണ്. തൊഴിലാളികൾക്കാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമാണ് സ്വകാര്യ ബസ്സുകൾ പല ഭാഗത്തും. ഇതിപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകും. അല്ല, അതിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പോൾ ഡീസലിന് വില വർദ്ധിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് 6 രൂപയിലധികം, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ 6 രൂപ, 1 ലിറ്റർ ഡീസലിന് 7 രൂപയോളം കൂടിക്കഴിഞ്ഞു. ആയതുകൊണ്ട് 100 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരാൾക്ക് 700-800 രൂപ ആ ഇനത്തിൽ നഷ്ടമാണ്. അതിൻ്റെ ഇടയിലാണ് ടാക്സ് പകുതി ആക്കി തന്നപ്പോൾ 130 രൂപയാണ് അതുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ടും അത് എത്താൻ സാധ്യമല്ല. അപ്പോൾ ഡീസൽ ഇനത്തിലും നഷ്ടം, അതുപോലെ തന്നെ സ്ത്രീകളെ സൗജന്യ യാത്രയിൽ അതും നഷ്ടം. ഞങ്ങളെ യാത്രക്കാരായ മുഴുവൻ യാത്രക്കാരും സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറ്റം പറയാൻ തയ്യാറില്ല. പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലക്ഷക്കണക്കിന് സാധാരണക്കാർ ജീവിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ്
ഇവിടുത്തെ ബസ് ഉടമകളും ബസ് ജീവനക്കാരും എന്ന് മനസ്സിലാക്കണം. ബസ് ഉടമകൾ മുതലാളിമാരല്ല, അവർ ഇത് നടത്തിപ്പുകാരാണ്. അതുകൊണ്ട് ഞങ്ങളെ നഷ്ടം നികത്താൻ വേണ്ടി എല്ലാവിധ രാഷ്ട്രീയക്കാരും ഞങ്ങളെ സഹായിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ, പരിഹാരം? അതുകൂടി ഒന്ന് ഒറ്റ വാക്കി പറയാം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബസ്സുകൾ, അതായത് KSRTCയിൽ ഇതുവരെ ഓർഡിനറിയായി ഫാസ്റ്റ് പാസഞ്ചറും ലിമിറ്റഡ് സ്റ്റോപ്പും ഒക്കെ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ ഇപ്പോൾ പ്രിയദർശിനി ബോർഡ് വെച്ചുകൊണ്ട് ഓടുന്നത് കൊണ്ട് പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അതിലേക്ക് ചേക്കേറുകയാണ്. അത് സ്വാഭാവികമാണ്, യാത്രക്കാരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ആയതുകൊണ്ട് ഇനിയും ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു മാനദണ്ഡം വേണം. ഇന്ന സ്ത്രീകൾക്കേ കൊടുക്കാവൂ, ഇന്നവർക്കേ അത് കൊടുക്കാവൂ, അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്നുള്ള ഒരു നിലപാടുമില്ലാതെ 60,000 70,000 രൂപ ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്ക് പോലും റീചാർജ് കൊടുക്കുന്നത് ഈ ഏത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാകാത്തതിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ വളരെ പ്രയാസമാണ്. ഏതായാലും ഈ പദ്ധതി എല്ലാവരും സ്വീകരിച്ചു, പക്ഷെ അതിന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ജൂലൈ 1 മുതൽ ഇവര് ബസ്സുകളൊക്കെ നിർത്തിവെച്ച്, അതായത് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തേക്കും ഈ KSRTC തന്നെ ഓടട്ടെ എന്നൊരു നിലപാട് ഇവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സ്വകാര്യ ബസ്സിൽ മാത്രം ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ബുദ്ധിമുട്ടും. അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ നിലപാട് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് ബസ് ഉടമകൾക്കുള്ളത്. ആ പ്രതീക്ഷ സർക്കാർ ഇവരുടെ ഈ വ്യവസായത്തെ നിലനിർത്തി ലക്ഷക്കണക്കിന് പേരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു നടപടി കൂടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ, എല്ലാം സുതാര്യമായിട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജബാർ വേണ, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.